السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറയുടെ അതിൻ്റെ അവസാന വർഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹജ്ജത്തുൽ വദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ ബലാഗ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രവാചകൻ നിർവഹിച്ച ഹജ്ജ്, ഒരേ ഒരു ഹജ്ജ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഹജ്ജ്, അതിൻ്റെ തുടക്കത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തവാഫും ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തിയതും അതുപോലെ തന്നെ അതിനുശേഷമുള്ള മഖാമു ഇബ്രാഹിമിന് പിന്നുള്ള നിസ്കാരവും ഒക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സീറ എന്ന നിലക്ക് ഹജ്ജിൻ്റെ എല്ലാ മസലകളും പറഞ്ഞു പോവുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അത് ഓരോ ഇബാദത്തുകളും നമ്മൾ പഠിക്കുന്നത് പോലെ, നിസ്കാരം പഠിക്കുന്നത് പോലെ, നോമ്പ് വിശദമായി മനസ്സിലാക്കുന്നത് പോലെ ഹജ്ജ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ നിർബന്ധ ബാധ്യതയായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ടാവുകയും അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുകയും നമ്മളതിന് കഴിവുള്ളയാളാണ് എങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നമുക്ക് നല്ല കഴിവുള്ള, നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയും അതിനുവേണ്ടി അറിവും കഴിവും ഒക്കെ നമ്മൾ നീക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യാനുള്ളത്. ഹജ്ജിന് പോയി വന്ന, ഇപ്പോൾ ഹജ്ജ് കാലം കഴിഞ്ഞ ഒരു സമയം കൂടിയാണല്ലോ, ഹജ്ജിന് പോയി വന്ന ഏതൊരു മനുഷ്യരോട് ചോദിച്ചാലും, അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ പോയ ആളുകളോട് തന്നെ ചോദിച്ചാലും അവർക്കൊക്കെ ഒരേ അഭിപ്രായം പറയാനുള്ളൊരു ഒരു അഭിപ്രായം, ഒരേ സ്വരത്തിൽ അവർ പറയുന്നത് കുറച്ചും കൂടിയൊക്കെ നല്ല ആരോഗ്യമുള്ള സമയത്ത് പോയാൽ നല്ല റാഹത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ പൊതുവെ ലോകത്തൊട്ടാകെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതും എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് ജീവിതത്തിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് മക്കളുടെ വിവാഹവും എല്ലാം കഴിഞ്ഞ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും സാമ്പത്തിക ചെലവുകളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും അവസാന ജീവിതത്തിൻ്റെ ഒരു അന്ത്യഘട്ടത്തിൽ ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹജ്ജ് എന്നതാണ്. എന്നാൽ അങ്ങനെയല്ലല്ലോ. മനിസ്തത്വാ ഇലൈഹി സബീല, ഹജ്ജ് നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ, അതിനുവേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരു മനുഷ്യനുണ്ട്, കഴിവുണ്ട് എങ്കിൽ അയാൾ ഹജ്ജിന് പോയി വരുന്നത് വരെ അയാളെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാനും മാത്രമുള്ള ശേഷിയും അയാളെ കുടുംബമൊക്കെ കൃത്യമായി നടന്നു പോകും. അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യശേഷിയുണ്ട്, യാത്ര പോകാനും ഹജ്ജിലെ കർമ്മങ്ങൾ നിർവഹിക്കാനും ഒരു പ്രയാസവുമില്ല. എങ്കിലും അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണല്ലോ. അങ്ങനെയുള്ളവർക്കാണല്ലോ ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് നിർവഹിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുപ്പകാലം ഉദ്ദേശിച്ചത് നല്ല ആരോഗ്യമുള്ള, ശാരീരികമായും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും അധികം ഇല്ലാത്ത സമയത്ത് നമുക്കിനി ഹജ്ജ് നിർവഹിക്കാൻ ബാക്കിയുള്ള ആളുകൾ അത് നിർവഹിക്കാൻ പരിശ്രമിക്കുകയും അതിലെ ഓരോ കർമ്മങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് ശരിയാവണ്ണം തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഏതായിരുന്നാലും മഖാമു ഇബ്രാഹിമിന് പിന്നുള്ള നിസ്കാരം കഴിഞ്ഞു.
നമ്മൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നിർവഹിച്ചത് മുസ്ലിങ്ങൾക്കിത് ലോകാവസാനം വരേക്കുമുള്ള മാതൃകയായി അവരുടെ മുമ്പിൽ ഉണ്ടാവണം എന്നതുകൊണ്ട് തന്നെയാണ്. അതൊരു വിടവാങ്ങൽ, ഹജ്ജത്തുൽ വദാ എന്ന് നമ്മൾ പറയുന്നത് പോലെ അതൊരു അക്ഷരാർത്ഥത്തിൽ ഒരു വിടവാങ്ങൽ തന്നെയാണ്. കാരണം അതിലെ ഓരോ കർമ്മങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. മഖാം ഇബ്രാഹിമിനെ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് സ്വഹാബികൾക്ക് ഓതി കൊടുത്തു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ മഖാമു ഇബ്രാഹിമിനെ മുസല്ലയായി നിസ്കരിക്കുന്ന സ്ഥലമായി സ്വീകരിക്കണം എന്നുള്ള ഖുർആനിലെ ആയത്ത്, അവിടെ നിസ്കരിക്കണം എന്ന് ഖുർആൻ പറയുന്ന ഒരു ആയത്താണ്. അത് അവിടെയുള്ള ആളുകൾ ഈ പറഞ്ഞതിനെ നിഷേധിക്കുന്നത് കൊണ്ട് അവർക്കൊരു തെളിവായി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതോ അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുത്തതോ അല്ല. പക്ഷെ അതൊരു പ്രായോഗികമായി നിർവഹിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണ് ഈ ഇസ്ലാം അവിടെ പഠിപ്പിച്ചത്, ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുണ്ടോ, അത് ഓതിക്കൊടുക്കുകയും ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിക്കാൻ കഴിയുകയും ചെയ്ത് എത്രമാത്രം ഒരു സുന്ദരമായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അതിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്കത് കാണിച്ചു തരുന്നു, നമ്മളത് കണ്ടുപഠിക്കുന്നു. അത് നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി അതിനു മുൻപ് അങ്ങനെ ഒരു പഠനം നമ്മൾ നടത്തുക തന്നെ വേണം എന്നതുകൂടി ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഈ ആയത്തോതി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സഅയിന് പോകുമ്പോൾ സഫ മർവ കുന്നുകൾക്കിടയിൽ സഅയി നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായി അതാണല്ലോ, അവിടെ ചെന്നു ആദ്യം സഫയുടെ അടുത്ത് ചെന്നു. സഫയുടെ താഴെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. ഇന്നത്തെ പോലെ പാലം നിർമ്മിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ വളരെ നിരപ്പായ മാർബിൾ വിരിച്ച അല്ലെങ്കിൽ ടൈൽസ് വിരിച്ച ഒരു സ്ഥലത്ത് കൂടി അല്ലല്ലോ അന്ന് സഫയും മർവയും ഉള്ളത്. അന്ന് രണ്ടും കുന്നുകളാണ്. ഒരു കുന്നിൽ നിന്ന് അടുത്ത സഫയിൽ നിന്ന് മർവയിലേക്ക് പോകണമെങ്കിൽ ആ കുന്നിറങ്ങി ഒരു ദുർഘടമായ പാത തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് രണ്ടിനും ഇടയിൽ അറേബ്യയിലെ ഏതൊരു മലയിടുക്കുകളിൽ വാദികൾ ഏതെടുത്താലും വാദി താഴ്വര എന്ന് പറയുന്നത് തന്നെ മഴ പെയ്ത് വെള്ളം കുത്തിയൊലിച്ചിറങ്ങി അവിടെ കല്ലും മണ്ണും ഒക്കെ നിറയുന്ന സ്ഥലത്തിനാണ് വാദി താഴ്വര എന്ന് പറയാം. രണ്ട് കുന്നുകൾക്കിടയിലുള്ള ആ ഒരു സ്ഥലം. അപ്പം അങ്ങനെ ഒരു ഇടുക്കാണത്. അപ്പോൾ ആ സഫയിൽ നിന്ന് മർവയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രയാസം സഹിച്ചുകൊണ്ട് ഇറങ്ങാൻ കഴിയും. കുറച്ച് പ്രയാസം ഉണ്ടാകും അവിടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സഫയിലേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചു. സൂറത്തുൽ ബഖറയിൽ 158 ആയത്ത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജ് പഠിക്കാൻ സ്വഹാബികൾ എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. റസൂൽ ആ ആയത്ത് ഓതുകയാണ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും സഫ മർവ തീർച്ചയായും ഇവ രണ്ടും സഫയും മർവയും മിൻ ശആഇരില്ലാഹ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഷഈറത്ത് എന്ന് പറഞ്ഞാൽ ചിഹ്നം, അടയാളം. ഷാഇർ അതിൻ്റെ ബഹുവചനം. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് ഇവ. അവ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ സഫയെയാണല്ലോ ആദ്യം എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഫ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലേക്ക് കയറി. അപ്പോൾ സായി ചെയ്യുമ്പോഴുള്ള ആ ഒരു മുൻഗണന ആദ്യം സഫയാണ്. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹു സഫ കുന്നിനെയാണ് ആദ്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായി നിർവഹിച്ചു. സഫയുടെ മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കാബ കാണുന്ന വിധത്തിൽ കാബയുടെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് തുടങ്ങിയ ദിക്റുകൾ അതുപോലെ തന്നെ മറ്റു പ്രാർത്ഥനകൾ ഒക്കെ നിർവഹിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് ഉദ്ധരിക്കപ്പെട്ട നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുവരെയുള്ള പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കും. അതിനോടൊപ്പം ചേർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ ശേഷം അൻജസ വഅദഹു, അവൻ ആ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ആരാധനക്കർഹനായി ഇല്ല. പൂർണ്ണമായും അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളത്. ആ അള്ളാഹു അൻജസ വഅദഹു, അള്ളാഹു നൽകിയ ആ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു.
ആ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു. വനസറ അബ്ദ, അവന്റെ അടിമയെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സഹായിച്ചു, അതും അള്ളാഹുവിന്റെ വാഗ്ദാനമായിരുന്നു. വഹസമൽ അഹ്സാബ വഹ്ദ, ആ ഇസ്ലാമിനെതിരെയുള്ള ആ ശത്രുക്കൾ കൂട്ടം കൂട്ടമായി വന്ന ഒരുപാട് സഖ്യ സേനകളെയും ഗോത്രങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി വന്ന അഹ്സാബിനെ അള്ളാഹു ഒറ്റക്ക് പരാജയപ്പെടുത്തി, ഒറ്റക്ക് തകർത്ത് കളഞ്ഞു. അപ്പൊ അഹ്സാബ് യുദ്ധത്തോടനുബന്ധിച്ചും അന്ന് അഥവാ അതിനു മുൻപുണ്ടായിരുന്ന ഈ പറഞ്ഞ കുറച്ചു കാലത്തിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി അള്ളാഹു സുബ്ഹാനഹു വ തആല അതും പൂർണ്ണമായും ആ സ്ഥിതി കീഴ്മേൽ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് പൂർണ്ണമായൊരു ആധിപത്യം മക്കയിൽ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി മാത്രം മക്കയും അതുപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപും ഒക്കെ ചലിക്കുന്ന രൂപത്തിലേക്ക് എത്തിയല്ലോ. ആ ഒരു നന്ദി പ്രകടനം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ ദിക്റിൽ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് സൊഫയിൽ നിന്ന് മറുവയിലേക്ക് പോയി. മറുവയിലും ഇതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സൊഫയിൽ നിന്ന് ഇറങ്ങി മറുവയിലേക്ക് പോകുമ്പോൾ ആ താഴ്ഭാഗത്ത് കുറച്ച് പ്രയാസപ്പെട്ട് നല്ല ശക്തിയോടുകൂടിയായിരുന്നു നടന്നിരുന്നത്. അത് ആ പ്രവാചകന്റെ കാലടിപ്പാടുകൾ കാരണം പ്രവാചകൻ ഉടുത്തിരുന്ന ഉടുമുണ്ട്, ഉടുത്തിരുന്ന ആ മുണ്ട്, ഇഹ്റാമിൻ്റെ ആ വസ്ത്രം, അത് ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു, അത് ശക്തിയായി ഉലയുന്നുണ്ടായിരുന്നു, പൊടി പാറുന്നുണ്ടായിരുന്നു റസൂലിൻ്റെ കാലടിപ്പാടുകൾ കൊണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറയുകയുമുണ്ട്, ലാ യുഖ്തഉൽ വാദി ഇല്ലാ സഅയൻ, സഅയ് ചെയ്തുകൊണ്ടല്ലാതെ ഈ താഴ്വര മുറിച്ച് കടക്കപ്പെടാൻ പാടില്ല. സഅയ് ഉദ്ദേശിച്ചത് ഈ ആ പ്രവർത്തനത്തിൻ്റെ ആ ഇബാദത്തിൻ്റെ പേര് സഅയ് എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് ആ മൊത്തത്തിൽ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുന്നു, തിരിച്ചു വീണ്ടും പോകുന്നു, ഇതിന് സഅയ് എന്നാണ് പറയുക. പക്ഷെ അറബി ഭാഷയിലെ സഅയ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, കുറച്ച് പ്രയാസം സഹിച്ച് അവിടെ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് ഒരു പരിശ്രമം നടത്തുക. അപ്പം അങ്ങനെ പരിശ്രമിച്ചിട്ടല്ലാതെ ഈ വാദി നമ്മൾ നേരത്തെ പറഞ്ഞ താഴ്വര, ആ വെള്ളം ഒലിച്ചു വരുന്ന കല്ലും മണ്ണെന്ന് പറഞ്ഞാൽ താഴ്വര കടക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇസ്ഔ ഫഇന്നല്ലാഹ കതബ അലൈക്കുമുസ് സഅയ്, നിങ്ങളെ കുറിച്ച് പരിശ്രമിച്ച് തന്നെ സഅയ് ചെയ്യണം, അങ്ങനെ തന്നെ ഇത് നിർവഹിക്കണം, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് ഈ സഅയ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞതായും ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സഫയിലും മറവയിലും ആയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് നിർവഹിച്ചു, ഈ സഅയ് നിർവഹിച്ചു. ഈ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടത്ത് ഇതുവരെയും തവാഫ് അതുപോലെ തന്നെ സഅയ് ഒക്കെ കാൽനടയായിട്ടാണ് നിർവഹിച്ചതെങ്കിൽ പിന്നീടുള്ള ഹജ്ജിൽ പലയിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ടാണ് പല കർമ്മങ്ങളും ചെയ്യുന്നത്. അതിന് ഒരു കാരണം ആളുകളുടെ ആധിക്യമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടന്ന് കാൽനടയായി നിർവഹിക്കുമ്പോൾ വളരെയധികം ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000-കണക്കിന് ആളുകൾ റസൂലുള്ളാഹി നമ്മുടെ കൂടെയുണ്ട്. 1,00,000-ഓളം വരുന്ന ആളുകൾ ഹജ്ജത്തുൽ വദാഇലുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ തിരക്കും അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാനും റസൂലിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പുതിയതായി ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. റസൂലിന് ഹജ്ജ് നേരിട്ട് പഠിക്കാൻ മുഴുവൻ ആളുകൾക്കും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ വളരെയധികം തിരക്കും തിക്കിത്തിരക്കും ഒക്കെ പല സമയത്തും ഉണ്ടാവുകയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർമ്മങ്ങളിലൊക്കെയും ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്തുകൊണ്ട് നിർവഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ. അത് മാത്രമല്ല, ഈ സഅയ് നിർവഹിച്ചതിന് ശേഷമാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് ചില ആളുകൾ സംശയം ചോദിച്ചിരുന്നു, ഈ ഹജ്ജിൻ്റെ രൂപം പിന്നെ ഈ നമ്മളിപ്പോൾ നിർവഹിക്കുന്ന ഹജ്ജ് പോലെ അല്ലല്ലോ, നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ പല വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഹജ്ജ് നിർവഹിക്കുന്നതിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 3 രൂപങ്ങളുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഇതൊരു ഫിഖ് ക്ലാസ്സായി മാറിപ്പോകും. ഒരു സീറക്കിടയിൽ നമുക്ക് പറയാൻ കഴിയുന്ന, പരാമർശിച്ചു പോകാൻ കഴിയുന്ന രൂപത്തിൽ പറയാം. ഹജ്ജ് നമുക്ക് 3 രൂപത്തിൽ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ കഴിയും. അത് ഇഹ്റാം ചെയ്യുന്നത് മുതൽ, ഒന്ന് ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒറ്റയാക്കൽ, അഥവാ ഹജ്ജ് മാത്രം നിയത്ത് ചെയ്ത് ഹജ്ജിൻ്റെ മാത്രം ഇഹ്റാം ചെയ്ത് ഹജ്ജ് മാത്രം നിർവഹിക്കുന്നു. 2 ഖിറാൻ എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ, ഒട്ടിപ്പിടിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഹജ്ജും ഉംറയും രണ്ടും കൂടി ഇഹ്റാം ചെയ്ത് ഇവിടെ നിന്നേ പോകുന്നു, രണ്ടും നിർവഹിക്കുന്നു, ഒറ്റ ഇതിൽ തന്നെ രണ്ടും കഴിയുന്നു. മറ്റൊന്ന് തമത്തു എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറയുടെ ഇഹ്റാം നിർവഹിച്ച് ഇവിടെ നിന്ന് പോകുന്നു, ഉംറ ചെയ്യുന്നു, ഉംറ ചെയ്തിട്ട് പൂർണ്ണമായി ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് തഹല്ലുലായി ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായി മാറി പിന്നെ ഹജ്ജ് ചെയ്യുന്നു.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സായി കഴിഞ്ഞതിന് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പക്ഷേ ആദ്യമായി കേൾക്കുമ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി നമുക്ക് വലിയ പരിചിതമല്ലാത്തത് കൊണ്ട് ഒരാശയക്കുഴപ്പമുണ്ടായേക്കാം. എന്നാലും നമ്മൾ പറഞ്ഞു പോവുകയാണ്. സായിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആളുകളോട് ഒക്കെ പറഞ്ഞു, ഇപ്പോൾ നിലവിൽ നിർവഹിച്ച ഈ മൊത്തം ഇബാദത്ത്, തവാഫും അതുപോലെ തന്നെ സായിയും ഒക്കെ ചേർന്നത് ഇതിനെ ഹജ്ജ്, പലതരത്തിലുള്ള ആളുകൾ പല ഉദ്ദേശത്തിൽ ഈ പറഞ്ഞ പോലെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ വന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞത് മൊത്തം നിങ്ങൾ ഹജ്ജിൻ്റെ ഇഹ്റാം പൂർണ്ണമായി മനസ്സിൽ കളയുക. ഇത് മൊത്തം നിങ്ങൾ ഉംറയായി കാണുക. ഇതുവരെയുള്ളത് ഉംറയായി കാണുക. ഇഹ്റാമിൽ നിന്ന് എല്ലാവരും വിരമിക്കുക. ആരൊഴികെ കൂടെ ബലിമൃഗങ്ങളെ അവിടെ നിന്ന് തെളിച്ചു കൊണ്ടുവന്ന ആളുകളല്ലാത്ത. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് മദീനത്ത് നിന്ന് ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ, ഉമർ, അതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ത്വൽഹ, സുബൈർ, ഇവരൊക്കെ റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ ബലിമൃഗങ്ങളെ ഹദിയ് എന്ന് പറയും. ഹദിയ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ സാങ്കേതിക ഭാഷയിൽ അവിടെ അറുക്കുന്ന, ഹജ്ജിന് ശേഷം അറുക്കുന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ തന്നെ പെട്ട ബലിമൃഗം. അപ്പോൾ ആ ഹദിയിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതല്ലാത്തവരൊഴികെ ബാക്കി എല്ലാം പിന്നെ ഈ പറഞ്ഞ കർമ്മങ്ങൾ ഇവിടെ നിർത്തി ഉംറയായി അതിനെ പരിഗണിച്ച് ഇവിടെ നിന്ന് തഹല്ലുലാവണം. ഇഹ്റാമിൽ നിന്ന് ഇവരൊക്കെ വിരമിക്കണം. പിന്നെ അതിനുശേഷം ദുൽഹിജ്ജ 8 ആകുമ്പോൾ പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കാം. അതായത് നമ്മൾ അവസാനം പറഞ്ഞ തമത്തു എന്ന് പറയുന്ന ഹജ്ജിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് നിർവഹിക്കാം. അപ്പം ഈ പറഞ്ഞ സ്വഹാബിമാർക്ക് പലർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വന്ന ആളുകൾക്ക് ഭയങ്കര ആശയക്കുഴപ്പമുണ്ടായി. ഇതുവരെ ചെയ്തത് മൊത്തം നമ്മൾ ഇതുവരെ ഹജ്ജിൻ്റെ തൽബിയത്തും ഹജ്ജിൻ്റെ ഇഹ്റാമിലും ഹജ്ജിൻ്റെ നിയ്യത്തിലും ഒക്കെ വന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് വന്ന് ഹജ്ജിൻ്റെ നിയ്യത്തൊക്കെ ഒഴിവാക്കണം. ഇതുവരെയുള്ളത് ഉംറയായി പരിഗണിച്ച് ഉംറയുടെ അതിൽ നിന്ന് വിരമിച്ച് ഇഹ്റാമിൽ നിന്ന് മാറണം. അപ്പോൾ സ്വഹാബിമാർക്ക് ആകെ ആശയക്കുഴപ്പമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ നജഅലുഹാ മുത്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമ്മളിത് തമത്തു ആക്കും? വഖദ് സമ്മൈനൽ ഹജ്ജ്, ഹജ്ജും ഉദ്ദേശിച്ച് ഹജ്ജിൻ്റെ തൽബിയത്ത് ചൊല്ലി ഹജ്ജ് എന്നുള്ള പേരിലാണല്ലോ നമ്മളൊക്കെ ഇവിടെ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അലൂ മാ അമർതുക്കും, ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യണം. അള്ളാഹു റസൂലിൻ്റെ കൽപ്പനയാണ്, അത് ചെയ്താലേ പറ്റൂ. റസൂൽ എന്നാൽ ഹജ്ജിൽ നിന്ന് ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നില്ല. റസൂലിനോടൊപ്പമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊന്നും വിരമിക്കുന്നില്ല. ബാക്കിയുള്ള ആളുകളാണ് വിരമിക്കേണ്ടത്, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവേണ്ടത്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. എല്ലാവരും ഹജ്ജിന് വേണ്ടി ഹജ്ജ് മാത്രം തൽബിയത്ത് ചൊല്ലി വന്ന ആളുകളായിരുന്നു അധികവും ഉണ്ടായിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അഹില്ലു മിൻ ഇഹ്റാമിക്കും ബിത്വാഫിൽ ബൈത്ത് വബൈന സ്വഫാ വൽ മർവ. നിങ്ങൾ തവാഫ് കഴിഞ്ഞു, സഫയും മർവയും സായി കഴിഞ്ഞു, ഇനി നിങ്ങൾ അഹില്ലു, നിങ്ങൾ ഹലാൽ ആകണം, തഹല്ലുലാകണം, ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ വിരമിക്കണം. ഹത്താ ഇദാ കാന യൗമു തർവിയ ഫഅഹില്ലു ബിൽ ഹജ്ജ്. ഇനി ദുൽഹിജ്ജ 8 ആകുമ്പോൾ, യൗമു തർവിയ എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജ 8 ആകുമ്പോൾ അവിടെ മുതൽ പിന്നെ ഇനി ഹജ്ജിൻ്റെ ഇഹ്റാമിലായി ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇതിന് തമത്തു എന്നതാണ് ഇതിന് പറയുക. അപ്പോൾ ആളുകൾ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ആളുകൾ ചോദിച്ചു, കൈഫ നജഅലുഹാ മുത്അ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ അതെങ്ങനെ കഴിയും? റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഇഫ്അലൂ മാ അമർതുക്കും, ഞാൻ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത്, എൻ്റെ അമ്ർ എന്താണോ അത് നിങ്ങൾ അനുസരിക്കുക, അത് ചെയ്യുക. ഫലൗല അന്നി സുഖ്തുൽ ഹദിയ ലഫഅൽതു മിസ്ലല്ലദി അമർതുക്കും, ഞാൻ മദീനയിൽ നിന്ന് ബലിമൃഗങ്ങളെ ഹദിയനെ അവിടെ നിന്ന് കൂടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താണോ കൽപ്പിച്ചത് അതുപോലെ ഞാനും ചെയ്യുമായിരുന്നു. ഞാനും നിങ്ങളെ കൂടെ തഹല്ലുലായി ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് പിന്നെ ദുൽഹിജ്ജ 8 ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ബലിമൃഗങ്ങളെ കൊണ്ടുവന്നു, ഹദിയനെ കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അതാണ്. അതുകൊണ്ട് എനിക്ക് അതിന് സാധിക്കില്ല, എനിക്ക് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ സാധിക്കില്ല, നിങ്ങൾ വിരമിക്കണം, നിർബന്ധമായും വിരമിക്കണം എന്ന് കൽപ്പിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽപ്പെട്ടതാണ്. നമുക്കത് കാണാൻ കഴിയും. അന്ന് ഒരുപാട് സ്വഹാബിമാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിൻ്റെ സമയത്ത്, ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഉംറ നിർവഹിക്കുക എന്നത് തന്നെ ആ ജാഹിലിയ കാലത്ത് വലിയ പാതകമായിട്ടായിരുന്നു ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. ഹജ്ജിൻ്റെ മാസങ്ങളിൽ, ഹജ്ജിൻ്റെ കൂടെ എന്നല്ല, ഹജ്ജിൻ്റെ ആ മാസം, ദുൽഹിജ്ജ മാസം, അതുപോലെ തന്നെ മുഹറം, പിന്നെ ദുൽഖഅദയിലേക്ക് ഹജ്ജിന് വേണ്ടി ആളുകൾ പുറപ്പെടും, ദുൽഹിജ്ജയിൽ ഹജ്ജ് ചെയ്യും, അത് കഴിഞ്ഞ് മുഹറം മാസത്തിൽ എല്ലാവരും തിരിച്ചു മടങ്ങും. അപ്പോൾ ഇതാണ് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്നറിയപ്പെടുന്ന മാസങ്ങൾ. ഈ മാസങ്ങളിൽ തന്നെ ഉംറ നിർവഹിക്കുന്നത് ആളുകൾക്ക് ഭയങ്കര അരോചകമായ സംഗതിയായിരുന്നു ജാഹിലിയ കാലത്ത്. അതുകൊണ്ട് പല ആളുകളും ജാഹിലിയ കാലത്ത് ഈ മാസങ്ങൾ
പരസ്പരം പേര് മാറ്റുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത് ഖുർആനിൽ അള്ളാഹു വളരെയധികം വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു വളരെ രൂക്ഷവേദന ആക്ഷേപിക്കുന്നത് കാണാൻ കഴിയും. അഥവാ മാസങ്ങൾ കൃത്യമായി പേര് വെക്കപ്പെട്ട മാസങ്ങളെ അറബികൾ എന്ത് ചെയ്യും, അവരുടെ സൗകര്യത്തിനനുസരിച്ച് എന്ന് പിന്നെ മുഹറം, അതിനെ ഈ മാസം അങ്ങ് മാറ്റിക്കളയാം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിന് മുഹറം മാസത്തിന് സഫർ എന്നങ്ങാക്കി കളയാം. എന്നിട്ട് അവരതിനെ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ച് ഇനി ഈ മാസം സഫറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇത് പറയാനുള്ള കാരണം വേറൊരു ഉപകാരം കൂടിയുണ്ട്. മുഹറം എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസമാണ്. അപ്പോൾ അതിന് ഉംറ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സഫർ എന്നുള്ള പേരിട്ടാലോ അവിടെ ഉംറ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പല ഇവരുടെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ അത് വിശുദ്ധ ഖുർആനിലും അള്ളാഹു വിമർശിച്ച് ആക്ഷേപിച്ച് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ജാഹിലിയ കാലത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഉംറ അവർ ഭയങ്കര ഹദീസിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. കാനു യറൗന അന്നൽ ഉംറത ഫി അശ്ഹുരിൽ ഹജ്ജ് മിൻ അഫ്ജറിൽ ഫുജൂർ. അങ്ങേറ്റത്തെ ഒരു തോന്നിമാസം, ഒരു വലിയ പാപം, അഫ്ജറുൽ ഫുജൂർ, അതായിട്ടാണ് ജാഹിലിയ കാലത്ത് ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ നിർവഹിക്കുക എന്നതിനെ അവർ കണ്ടിരുന്നത്. വയജാലൂനൽ മുഹറമ സഫറൻ, അത് മാത്രമല്ല മുഹറം മാസത്തെ ഒരു സഫർ മാസമാക്കി മാറ്റാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറബികളുടെ ചരിത്രത്തെ ജാഹിലിയ കാലത്തെക്കുറിച്ച് ഉദ്ധരിക്കുകയാണ്. അവർ സഫറായി മാറ്റാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൽപ്പിച്ചു. ഈ പറഞ്ഞതുപോലെ ഇതിനെ ഉംറയായി കാണാനും അതുപോലെ തന്നെ എല്ലാവരും തഹല്ലുലാകാനും വേണ്ടി പറയുകയും ചെയ്തു. പിന്നെയും സഹാബിമാർ ചോദിച്ചു കാണാൻ കഴിയും, യാ റസൂലല്ലാഹ് അയ്യുൽ ഹിൽ, അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ ഈ ഹില്ലാവുക, ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സഹാബിമാർ വിചാരിച്ചു ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക എന്നൊന്നും ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, വേറെന്തെങ്കിലും ആയിരിക്കും പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞു, ഹില്ലുൻ കുല്ലു, പൂർണ്ണമായും ഇഹ്റാമിൽ നിന്ന് മാറുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്കത് കാണാൻ കഴിയും. അത് മാത്രമല്ല സ്വഹാബിമാർക്ക് ഇങ്ങനെ, അതുപോലെ തന്നെ അവിടെ കൂടിയിരുന്ന അനേകം ആളുകൾ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു മനപ്രയാസം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ സംസാരം അവർക്കിടയിൽ നടത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വഖദ് അലിംതും അന്നി അത്ഖാകും ലില്ലാഹി വഅസ്ദഖുകും വഅബറുകും. ഈ ഹദീസും ഈ സന്ദർഭവും റസൂലിൻ്റെ ഈ വാചകങ്ങളും ഒക്കെ മൊത്തം മുസ്ലിം സമൂഹത്തിന് വലിയ പാഠങ്ങളാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖദ് അലിംതും അന്നി അത്ഖാകും ലില്ലാഹ്, നിങ്ങൾക്കറിയാം നിങ്ങളിൽ വെച്ച് ഏറ്റവും, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വെച്ച് ഏറ്റവും കൂടുതൽ പടച്ചവനോട് തഖ്വയുള്ളത് എനിക്കാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അത്ഖയായ മനുഷ്യൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വഅസ്ദഖുകും വഅബറുകും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധൻ, അല്ലാഹുവിനോട് കൂറുള്ളവൻ, ഏറ്റവും കൂടുതൽ നന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവൻ ഞാൻ തന്നെയാണ്. എന്നെക്കാൾ അധികം ഇനി ഒരാൾക്ക് നന്മയിലേക്ക് വരാൻ കഴിയും. ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തിനാണ്? ഇനി ഞാൻ പറഞ്ഞ ഈ കൽപ്പന നിങ്ങൾ നിർവഹിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നതിനെ നിങ്ങൾ ധിക്കരിച്ച് നിങ്ങൾ ആരും ഇഹ്റാമിൽ നിന്ന് വിരമിച്ചില്ല, ഇഹ്റാമിൽ തന്നെ തുടർന്നു എന്നതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു നന്മ ഉണ്ടാവില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം കൂടിയാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനപ്പുറത്ത്, അള്ളാഹുവും റസൂലും നമ്മളോട് പറഞ്ഞതിനപ്പുറത്തൊരു നന്മ കാണുക ഈ ആളുകൾക്കിടയിൽ, മുസ്ലിം സമൂഹത്തിനിടയിൽ ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള ഒരു അടിസ്ഥാന കാരണം കൂടിയാണ്. നന്മയല്ലേ എന്നുള്ള ചിന്ത. അതിനെ പല രൂപത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എതിർത്തതും കൃത്യമായി അതിൻ്റെ തെളിവുകളും ഒക്കെ നമ്മൾ പല തവണ കേട്ടിട്ടുണ്ടാകും. നന്മയല്ലേ എന്നുള്ള ചിന്ത, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൂടെ കൂട്ടുന്നത്, ഇസ്ലാമിൽ അതിൽ കുറച്ചുകൂടി ചെയ്യുന്നത് അത് നല്ല കാര്യമല്ലേ? ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക എന്ന് പറയുന്നത് ഹജ്ജ് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. ഇഹ്റാമിൽ തന്നെ തുടരുക അത് നന്മയല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ വലിയ നന്മകൾ നിങ്ങൾ ചെയ്യാമെന്ന് കരുതിയാലും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളതും ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നതും അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സത്യസന്ധത കൊടുത്തതും അത് ഞാനാണല്ലോ. എന്നേക്കാൾ അധികം, ഞാൻ പറയുന്നതിനേക്കാൾ അധികം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വലൗലാ ലഹലൽതു കമാ തഹില്ലൂൻ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ അവിടെ നിന്ന് ബലിമൃഗങ്ങളെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം തഹല്ലുലായേനെ, എനിക്കതിനൊരു പ്രയാസവുമില്ല. വലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു ലം അസുഖൽ ഹദി, ഇങ്ങനെ ഒരു കൽപ്പന, ഇങ്ങനെ ഒരു നിർദ്ദേശം പടച്ചവൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, എനിക്ക് നിങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കേണ്ടി വരും എന്നെനിക്ക് അറിയില്ലായിരുന്നല്ലോ. വലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു, ഞാൻ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ കുഴപ്പമുണ്ടാകാതെ ഞാൻ അവിടുന്ന് ഹദീനെ, ബലിമൃഗത്തെ കൊണ്ടുവരില്ലായിരുന്നു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകങ്ങൾ എത്ര കൃത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വരാൻ പോകുന്ന അള്ളാഹുവിന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകും. ഭാവിയിൽ ഇങ്ങനെ ജനങ്ങളുടെ ഒക്കെ മുന്നിൽ വെച്ച് റസൂല് മാത്രം ഒരു കാര്യം നിർവഹിക്കുകയും ബാക്കിയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ തഹല്ലുലാവണമെന്ന് പറയേണ്ടി വരികയും ചെയ്യുന്ന സന്ദർഭം അള്ളാഹു റസൂലിൻ്റെ സ്വപ്നത്തിൽ പോലും റസൂൽ വിചാരിച്ചിട്ടില്ല. അതാണ് റസൂൽ പറയുന്നത്, ഇത് ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഞാനിങ്ങനെ ഹദീനെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊപ്പം തഹല്ലുൽ ചെയ്യാൻ കഴിയാതെ. ഫഹില്ലു, നിങ്ങൾ തഹല്ലുലാവണം, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിക്കണം. അപ്പോൾ ഈ ഒരു സംസാരം കേട്ടതോടുകൂടി ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഈ ഒരു സംസാരം കൂടി കേട്ടപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബിമാർക്കൊരു ആശ്വാസം. അള്ളാഹു റസൂൽ ഉദ്ദേശിച്ചത് അതിങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പറയുന്നത് കാണാൻ കഴിയും, ഫഹലൽനാ വസമിഅനാ വഅതാന. അങ്ങനെ ഞങ്ങളെല്ലാവരും തഹല്ലുലായി, സമിഅനാ വഅതാന, അള്ളാഹു റസൂൽ പറഞ്ഞത് കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. പിന്നെ മറ്റു കാര്യങ്ങളും തർക്കങ്ങളും മറ്റാശയക്കുഴപ്പങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, തൽഹ, സുബൈർ, പിന്നെ വേറെ കുറച്ച് ഹദീ കൊണ്ടുവന്ന ബലിമൃഗങ്ങളിൽ കൂടെ കൊണ്ടുവന്ന കുറച്ച് സ്വഹാബിമാർ, ഇവരൊക്കെയായിരുന്നു അന്ന് തഹല്ലുലാകാതിരുന്ന ആളുകൾ. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹൈദ് ഉണ്ടായത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇഹ്റാമിൽ തന്നെ തുടരാൻ കൽപ്പിച്ചതായി നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒഴിച്ചുള്ള ബാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും തഹല്ലുൽ ആയി മാറി. ഇതിനിടയിൽ ഈ പറഞ്ഞ കൽപ്പന നിർവഹിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുറാഖത്ത് ഇബ്നു മാലിക് നമുക്ക് അറിയാം. ഹിജ്റ പോകുമ്പോൾ പ്രവാചകനെ 100 ഒട്ടകങ്ങൾ സ്വപ്നം കണ്ട് പിന്തുടർന്ന് വന്ന മനുഷ്യനാണ് സുറാഖത്ത് ഇബ്നു മാലിക് ഇബ്നു ജുഅ്ഷും. വലിയ ഒരു ഗോത്രത്തിൻ്റെ പ്രമുഖൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഈ ഇതിലുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഉംറത്തുനാ ഹാദിഹി ലിആമിനാ ഹാദാ അം ലിൽ അബദ്. സുറാഖ ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മറ്റൊരു പോലെ വന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ നിർവഹിച്ച്, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വെച്ച് നമ്മളെല്ലാം ഇത് ഉംറയായി പരിഗണിച്ച് ഇഹ്റാമിൽ നിന്ന് വിരമിക്കണം, ഇത് ഈ വർഷം ഇപ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു കൽപ്പനയാണോ, അതോ ഇനി കാലാകാലം ഇങ്ങനെ നിർവഹിക്കാൻ കഴിയുമോ, തമത്വമായി ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ, ഇത് ഈ സമയത്തേക്ക് മാത്രമുള്ള കൽപ്പനയാണോ, അത് കാലാകാലത്തേക്കുള്ള കൽപ്പനയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇത് കാലാകാലത്തേക്കുള്ളതാണ്. ദഖലത്തിൽ ഉംറതു ഫിൽ ഹജ്ജ്, ഈ ഉംറ ഈ ഹജ്ജിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി കൈകൾ ഇങ്ങനെ കോർത്ത് കാണിച്ചു. അത് രണ്ടും ഇങ്ങനെ ഈ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. ബൽ ലി അബദിൻ അബദ്, അത് ഭാവിയിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. അല്ലാതെ ഈ സമയത്തേക്ക് വേണ്ടി മാത്രം ഞാൻ നൽകിയ ഒരു പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ നൽകിയ കൽപ്പനയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഈ സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു, സായി കഴിഞ്ഞു, ഈ പറഞ്ഞ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൽപ്പനകളും ഒക്കെ കഴിഞ്ഞ് മക്കയുടെ അടുത്തുള്ള അബ്തഹ് എന്ന് പറയുന്ന സ്ഥലം, മക്കയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് അബ്തഹ് എന്ന പേരുള്ള സ്ഥലം. നമുക്കറിയാം, മക്കയുടെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് താമസിച്ചു, തമ്പടിച്ചു. ആ ഒരു ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടിയത്. വ്യാഴാഴ്ച രാവിലെ അവിടെ നിന്ന് റസൂലുള്ളാഹി സുബഹി നിസ്കരിക്കുകയും സ്വഹാബിമാരോടൊക്കെ ഇമാമായി നിസ്കരിച്ചു. ഈ സന്ദർഭങ്ങളിലൊന്നും അവിടെ മക്കയുടെ തൊട്ടടുത്ത് അബ്തഹ് എന്ന് പറയുന്ന ഈ താഴ്വരയുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുമ്പോൾ പോലും തവാഫ് ചെയ്യാനായി റസൂൽ കഅബയുടെ അടുത്തേക്ക് വന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെയും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ മുന്നോട്ട് പോയി, അറഫയിൽ നിർത്തും ഒക്കെ കഴിഞ്ഞ് പിന്നെ റസൂൽ കഅബയുടെ അടുത്തേക്ക് വരുന്നത്. കഅബ തൊട്ടടുത്താണ്, പക്ഷെ എന്നാലും ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക്, ഒരു പുണ്യകർമ്മം, ഒരു ഇബാദത്ത് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നന്മ എന്ന നിലക്ക് പോലും തവാഫ് ചെയ്യാൻ വേണ്ടി വന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഫയും മർവയും സായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തമ്പടിച്ചു. വലം യഖ്റുബിൽ കഅബ ബഅദ തവാഫിഹി ബിഹാ ഹത്താ റജഅ മിൻ അറഫ പിന്നെ കർമ്മങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. അറഫ ഇതും കഴിഞ്ഞ് പിന്നെ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്തേക്ക് വരുന്നത്. അല്ലാതെ ഇത്ര അടുത്തായിരുന്നിട്ട് പോലും കഅബയുടെ അടുത്തേക്ക് പോയില്ല എന്നുള്ളതാണ്.
കാബയുടെ അടുത്ത് പോകാം, കാബയുടെ അടുത്തൊരു സുന്നത്ത് എന്ന നിലക്ക് ഒരു തവാഫ്, ഒരു ഇബാദത്ത് എന്ന നിലക്ക് നിർവഹിക്കുകയും ഒക്കെ ചെയ്യാം. അതിൽ നിന്ന് സീറ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പല സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി ഒരു മുൻകരുതൽ എന്നതുപോലെ ചെയ്യാതിരുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ അത് മുസ്ലിങ്ങൾക്ക് ഒരു നിർബന്ധമാക്കപ്പെടാനോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക പുണ്യകർമ്മമാണ് ഹജ്ജിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഹജ്ജ് നിർവഹിക്കുന്നതിനിടയിൽ അതൊരു പ്രത്യേക കർമ്മമായി ആളുകൾ മനസ്സിലാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അത് പിന്നെ ആളുകൾക്ക് വീണ്ടും കൂടുതൽ ഒരു തവാഫ് കൂടി പിന്നെ ഈ കർമ്മങ്ങളിൽ ഏറുക, ബുദ്ധിമുട്ടാവുക എന്നതായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം ഒരു തത്വമായി ഐച്ഛികമായി പോലും അവിടെ തവാഫ് നിർവഹിക്കാതിരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഈ ദിവസങ്ങളിലൊക്കെ ദുൽഹിജ്ജയുടെ ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത് ദുൽഹിജ്ജ 8 വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചപ്പോൾ നിസ്കാരം യാത്രക്കാരൻ എന്ന നിലക്ക് മദീനയിൽ നിന്ന് വന്ന ആളുകൾ നിലക്ക് നിസ്കാരം ചുരുക്കിയായിരുന്നു നിസ്കരിച്ചിരുന്നത്, ഖസറാക്കിയായിരുന്നു നിസ്കരിച്ചിരുന്നത്. ജമ അല്ല, ഖസറാക്കി 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്താക്കി ഖസറാക്കിയായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ അബ്തഹിൽ ഇങ്ങനെ താമസിച്ചു കൊണ്ടിരുന്നു. ഈ പറഞ്ഞ വ്യാഴാഴ്ച രാവിലെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ താമസിക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുമ്പോൾ ആ പ്രവാചകന്റെ വുദു എടുത്ത ആ വെള്ളം അത് ശേഖരിക്കാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുകയും അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബറുക്കിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി തങ്ങളുടെ ശരീരത്ത് പുരട്ടുകയും ചെയ്യാറുണ്ടായിരുന്നത് ഞാൻ കണ്ടു എന്ന് അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഫജഅല അന്നാസു യഅഖുദൂന മിൻ ഫദ്ലി വുദൂഇഹി ഫയതമസ്സഹൂന ബിഹി. റസൂലുള്ളാഹി വുദൂ എടുത്ത് ബാക്കി വന്ന ആ വെള്ളത്തിൽ ആളുകൾ അതിനുവേണ്ടി അത് ശേഖരിക്കാൻ വേണ്ടി പോവുകയും അതെടുക്കുകയും തങ്ങളുടെ ശരീരങ്ങൾ പ്രവാചകന്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി പുരട്ടുകയും ചെയ്യുമായിരുന്നു. ഫസല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുഹ്റ റക്അതൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയൊക്കെ ദുഹർ 2 റക്അത്ത്, അസ്ർ 2 റക്അത്ത് എന്നതൊക്കെ ഇങ്ങനെ ഖസറാക്കിയായിരുന്നു റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്നത് എന്നും അദ്ദേഹം ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഹജ്ജിന്റെ സന്ദർഭങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ വരുന്ന മേഖലകൾ കൂടിയാണ്. ഇത് ഖസറാക്കിയായിരുന്നു അവിടെ നിസ്കരിച്ചിരുന്നത് എന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുമ്പോഴും ഹജ്ജിന്റെ കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഒരുപാട് കേൾക്കുന്ന സംശയങ്ങളിൽ ഒന്നാണ് അവിടെ ചെന്നാൽ നിസ്കാരം എങ്ങനെ ഖസറാക്കണോ, ജമ്മ ആക്കാൻ പറ്റുമോ, അത് മിനയിൽ ചെന്നാൽ എങ്ങനെയാണ്, അവിടെ ജമ്മ ആക്കിയാണല്ലോ നിസ്കരിച്ചത്, മുസ്ദലിഫയിൽ എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള സംശയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കൂടി ജസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇതിനിടയിൽ പ്രവാചക സ്വാമി ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്ന സമയത്താണ് യമനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപ് നിയോഗിച്ച അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്നീ 2 സ്വഹാബിമാർ പ്രവാചകനോടൊപ്പം വരുന്നത്. അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിൽ നിന്ന് വന്നു. അദ്ദേഹവും യമനിൽ നിന്ന് വരുന്ന വഴി ഹജ്ജിന് വേണ്ടി അതിൻ്റെ മീഖാത്തിൽ വെച്ച് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ബലിമൃഗങ്ങൾ ഹദിയുമുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹം എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. പ്രവാചകന്റെ അടുത്തുള്ളതും അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം റസൂലിന് വേണ്ടി കൂടിയാണ് ഹദി കൊണ്ടുവരുന്നത്. എല്ലാം കൂടി ചേർത്ത് 100 ഒട്ടകങ്ങൾ, 100 ബലിമൃഗങ്ങൾ അന്ന് ആയി എന്നും കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതും കൂടി ചേർത്ത് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹു കൂടെ വന്നപ്പോൾ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇഹ്റാമിൽ നിന്നൊക്കെ തഹല്ലുലായി, അങ്ങനെ പിന്നെ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു എന്ന് അദ്ദേഹം കണ്ടു. അപ്പോൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചതായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതൊരു വിഷമമുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അദ്ദേഹം കേട്ടിട്ടില്ല. ഫഅൻകറ ദാലിക അലൈഹ. അദ്ദേഹത്തിന് ഭയങ്കര നീരസമുണ്ടായി. ഈ ഹജ്ജിന് ഇങ്ങനെ നിർവഹിക്കുന്ന ഇതുവരെ അത് പരിചയമില്ലല്ലോ. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് വന്നിട്ട് ഇവിടെ എത്തി ഇങ്ങനെ ഈ സമയത്ത് ഇഹ്റാം എന്നൊക്കെ തഹല്ലുലായി. അപ്പോൾ അങ്ങനെ നേരെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് അദ്ദേഹത്തിന് ഇങ്ങനെ വെറുപ്പ് മുഖത്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന അബി അമറനി ബിഹാദ. അത് ഞാൻ എൻ്റെ ഒരു നിലക്ക് ചെയ്തതല്ല, എൻ്റെ ഉപ്പ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു എന്നുകൊണ്ട് ചെയ്തതാണ്. പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹജ്ജിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ, അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വഫാത്തിനൊക്കെ ശേഷം ഖലീഫയായി ഇറാഖിൽ കൂഫയിൽ ഭരണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്ന താബിഈ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇറാഖിൽ വെച്ച് പിൽക്കാലത്ത് അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന വേളയിൽ പറയുന്നത്, അദ്ദേഹം ഉദ്ധരിക്കുന്നത് അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കാരണം ഫദഹബ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലിന്റെ അടുത്തേക്ക് നേരെ പോയി. മുഹദ്ദിസൻ അലാ ഫാത്തിമ ലില്ലദി സനഅ.
എൻ്റെ ഭാര്യ ഫാത്തിമ ചെയ്തതിൽ ഭയങ്കര വെറുപ്പുണ്ടായിട്ടാണ് ഞാൻ പോയത്. കാരണം ഈ ഹജ്ജ് എന്ന കർമ്മം എന്ന് പറഞ്ഞാൽ അതുവരെ അറബികൾ നിർവഹിച്ചു വന്നൊരു രീതി ഉണ്ടല്ലോ, അതെല്ലാവർക്കും സുപരിചിതമാണ്. ഹജ്ജിനെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിൻ്റെ പവിത്രത, അതിലൊരു മുശ്രിക്കുകളാണെങ്കിൽ പോലും ഹജ്ജിൻ്റെ പവിത്രത അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമായിരുന്നില്ലല്ലോ. ഹജ്ജിന് അവരുടെ മനസ്സിലും അവരുടെ സംസ്കാരത്തിലും സമൂഹത്തിലുമൊക്കെ വലിയ ആദരവുണ്ട്. ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് സേവനങ്ങൾ ചെയ്യാനും അവരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ഒക്കെ ഓരോ ഗോത്രങ്ങൾക്ക് ചുമതലകളുണ്ട്. അതൊക്കെ വലിയ പദവിയായിട്ടാണ് ഖുറൈശികളിലെ ഉപഗോത്രങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകുന്നത്. മുസ്തഫ്തിയൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിനോട് ഇത് ചോദിക്കണം എന്ന നിലക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഹജ്ജിൽ വന്ന ഈ മാറ്റം അതെങ്ങനെയാണ്, അത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഫാത്തിമ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്ത്. അവൾ പറഞ്ഞ സത്യമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ കൽപ്പന കൊടുത്തിട്ടാണ് ഈ ഹജ്ജിൻ്റെ ഈ പറഞ്ഞ കർമ്മങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യമനിൽ നിന്ന് അലി നീ വന്നപ്പോൾ നീ എങ്ങനെയാണ് ഇഹ്റാം ചെയ്ത് തൽബിയത്ത് ചൊല്ലി വന്നത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് യമനിൽ നിന്ന് വന്നത് അല്ലാഹുമ്മ ഇന്നി ഉഹില്ലു ബിമാ അഹല്ല ബിഹി റസൂലുക്, അള്ളാഹുവെ നിൻ്റെ പ്രവാചകൻ എങ്ങനെയാണോ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഇഹ്റാം ചെയ്തത് അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നു, അതേ നിയത്ത് ഞാനും വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അത് മാത്രമല്ല അലി റളിയല്ലാഹുവിൻ്റെ കൂടെ ബലിമൃഗങ്ങളെ അദ്ദേഹം കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ തഹല്ലുലാവണ്ട, നീയും എന്നെപ്പോലെ അബൂബക്കർ ഉമർ ഇവരൊക്കെ ഉള്ളതുപോലെ തന്നെ ഇഹ്റാമിൽ തന്നെ വീണ്ടും തുടരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോടും കൽപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഇതേ യമനിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ബത്ഹായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടു. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല അർദി ഖൗമി, എൻ്റെ നാട് കൂടിയായ യമനിൻ്റെ ഭാഗത്തേക്ക് റസൂൽ എന്നെ പ്രബോധകനായി നിയോഗിച്ചിരുന്നു. പിന്നെ ഞാൻ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ അബുത്വഹിൽ വെച്ചാണ്. അപ്പോൾ റസൂൽ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ആ ഹജ്ജത യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, നീ ഹജ്ജ് ചെയ്തോ എന്നല്ല ചോദിച്ചത്, ഹജ്ജിന് വേണ്ടി നീ എങ്ങനെയാണ് നിയത്ത് വെച്ചത്? നീ ഹജ്ജിന് വേണ്ടി നിയത്ത് വെച്ച് ഒരു ഹാജി ആയിട്ടാണോ നീ വരുന്നത്? അങ്ങനെ തൽബിയത്ത് ചൊല്ലി ആ ഒരു നിയത്തിലാണോ നീ വരുന്നത്? അപ്പം നാം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ രണ്ട് റിപ്പോർട്ടുകളും പറയാനുള്ള കാരണം ഒരേപോലെ എന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞില്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിലക്കാണ്. ഈ അബൂ മൂസ അൽ-അശ്അരിയോട് റസൂൽ തിരിച്ചു ചോദിച്ചു, അബൂ മൂസ, നീ എങ്ങനെയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, നീ എങ്ങനെയാണ് അതിൻ്റെ നിയത്ത്, നീ എങ്ങനെയാണ് ഇഹ്റാം ചെയ്തത്? കൈഫ ഖുൽത, നീ എന്താണ് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലബ്ബൈക ഇഹ്ലാലൻ ക ഇഹ്ലാലിക, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ അലി അള്ളാഹു പറഞ്ഞു അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ചെയ്തു എന്നാണ് ഞാൻ തൽബിയത്ത് ചൊല്ലി ഇങ്ങനെ വരുന്നത്. അപ്പോൾ നീ നിൻ്റെ കൂടെ ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഹദീനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഫത്തുഫ് ബിൽ ബൈത്ത് വസ്അ ബൈന സഫാ വൽ മർവ തുമ്മ ഹില്ല, നീ തവാഫ് ചെയ്യണം, സായി ചെയ്യണം, എന്നിട്ട് നീ തഹല്ലുലാവണം. അപ്പോൾ ഒരേ ആളുകളോട്, അപ്പോൾ ഇതിന് മാനദണ്ഡമായി റസൂൽ അന്ന് വെച്ചത് കൂടെ ബലിമൃഗങ്ങളെ കൊണ്ടുവരിക എന്നതായിരുന്നു. ഒരേ ആളുകൾ ഒരേ നിയ്യത്ത്, പക്ഷെ രണ്ടാളുകൾക്ക് രണ്ട് രൂപമാണ് റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പോൾ അവിടെ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇഹ്റാമിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തവാഫും സായിയും ഒക്കെ നിർവഹിച്ച് അതിൽ നിന്ന് തഹല്ലുലാവുകയും അലി റളിയല്ലാഹു അൻഹു ആ ഇഹ്റാമിൽ തന്നെ തുടരുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 8-ന് യൗമുത് തർവിയ എന്നറിയപ്പെടുന്ന ദിനമാണ്. ദുൽഹിജ്ജ 8 യൗമുത് തർവിയ. ആ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച ദിവസം അവിടെ വരെ ഈ ബത്ഹായിൽ താമസിച്ചു. വ്യാഴാഴ്ച ദിവസം ദുഹാ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലേക്ക് പുറപ്പെട്ടു. പിന്നെ അന്ന് മുതൽ വീണ്ടും ഹജ്ജിൻ്റെ അടുത്ത ആളുകൾ, നേരത്തെ ഇഹ്റാമിൽ നിന്ന് വിരമിച്ച ആളുകളൊക്കെ പിന്നെ വീണ്ടും ഇഹ്റാമിലാകണം. ഹജ്ജിന് വേണ്ടി അവർ ഹജ്ജിൻ്റെ ഇഹ്റാമിലാവണം. നേരത്തെ ഉംറയുടേതായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഹജ്ജിൻ്റെ ഇഹ്റാമിലായി ആളുകളൊക്കെ ഇനി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മിനായിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. മിനായിലെത്തി അവിടെ നിന്ന് ദുഹറും അസറും മഗ്രിബും ഇശാവും ഒക്കെ അവിടെ വെച്ച് അതിൻ്റെ അതേ സമയത്ത് തന്നെ ഖസ്റായി 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. മിനായിൽ രാപ്പാർത്തു. അത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു. പിറ്റേന്ന് ജുമുഅ ദിവസമാണ്. പിറ്റേന്ന് മിനായിൽ രാപ്പാർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ ജുമുഅ ദിവസം അവിടെ സുബഹി നിസ്കരിച്ചു. പിന്നെ കുറച്ച് സൂര്യൻ ഉദിക്കുന്ന ആ ഒരു കുറച്ച് സമയം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ നിന്ന് സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മിനായിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെട്ടു.
അങ്ങനെ ജുമാ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെത്തി. അറഫയിൽ നമിറ എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ ഇന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് നമിറ പള്ളി എന്നാണ്, മസ്ജിദ് നമിറ. അവിടെയാണ് അറഫ ഖുത്ബ ഇന്ന് ആരാണോ നിശ്ചയിക്കപ്പെടുന്നത് ആ പണ്ഡിതന്മാർ നിർവഹിക്കാറുള്ളത്. അവിടെ നമിറ പള്ളിയിൽ ഇന്നുള്ള ആ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു ഖുബ്ബ, ഒരു ടെൻറ്റ്, ഒരു തമ്പ് സ്ഥാപിക്കാൻ വേണ്ടി സ്വഹാബിമാരോട് കൽപ്പിച്ചിരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടൊരു ഒരു ടെൻറ്റ് സ്ഥാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ ആളുകൾ മിനായിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ പല ആളുകളും തൽബീത്ത് ചൊല്ലുന്നുണ്ട്, വേറെ ചില ആളുകൾ തക്ബീറുകൾ ചൊല്ലുന്നുണ്ട്. ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ട്. കുറേ ആളുകൾ തൽബീത്ത് ചൊല്ലുന്നു, കുറേ ആളുകൾ തക്ബീർ ചൊല്ലുന്നു. നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. വല യുൻകിറു അലാ ഹഉല വല അലാ ഹഉല. തക്ബീർ ചൊല്ലുന്നവരോട് റസൂലൊന്നും പറഞ്ഞില്ല, അവരെ വിരോധിച്ചതോ എതിർത്തതോ ഇല്ല. തൽബിയത്ത് ചൊല്ലുന്നവരെയും വിരോധിച്ചതോ എതിർത്തതോ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അറഫയിലെത്തി. അവിടെ എത്തി പറഞ്ഞ പ്രവാചകന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട ടെൻറ്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് ഉച്ചയിൽ നിന്ന് തെറ്റിയതിന് ശേഷം റസൂലിൻ്റെ ഒട്ടകമായ ഖസ്വ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ പുറത്ത് കയറി അവിടെ നിന്ന് ഉറന എന്ന് പറയുന്ന, ഇതൊക്കെ അറഫ എന്ന് പറയുന്ന വളരെ വിശാലമായ, നമ്മളിന്ന് ഫോട്ടോകളിലും വീഡിയോകളിലും ഒരുപക്ഷെ നേരിട്ടുമൊക്കെ കണ്ട സ്ഥലത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഉറന എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തി. അവിടെ നിന്നാണ് വിശ്വപ്രസിദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗം, ഖുതുബ എന്നറിയപ്പെടുന്ന ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത്. ആ ഒരു ഉച്ചതിരിഞ്ഞ് സൂര്യൻ മുകളിൽ നിന്ന് ഉച്ചയിൽ നിന്ന് തെറ്റുന്ന ആ ഒരു സമയത്ത് ഖസ്വ എന്ന് ഒട്ടകപ്പുറത്ത് കയറി ഈ ഉറന എന്ന് പറയുന്ന സ്ഥലത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ എന്ന് പരാമർശിക്കുമ്പോൾ ആദ്യം ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഖുതുബ തന്നെയായിരിക്കും. ആ ഖുതുബയ്ക്ക് ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്, ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒന്ന്, ഇത് ഹജ്ജത്തുൽ വദാ ആണ്. ആ ഹജ്ജത്തുൽ വദാ എന്നതിന് പേര് കിട്ടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ഖുതുബയാണ്. ഈ ഖുതുബയിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ, ഞാൻ അടുത്ത കൊല്ലം നിങ്ങളെ കാണുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല എന്നതുപോലുള്ള വാചകങ്ങൾ, അല്ലാഹു റസൂലിന് വിടവാങ്ങൽ, ആ വാചകങ്ങൾ ഈ ജുമാ ദിവസം, ഈ അറഫയിൽ ജുമാ ദിവസം അവതരിച്ച ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന അല്യവും അക്മൽതു ലക്കും ദീനക്കും എന്ന സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിറങ്ങിയ ആ സന്ദർഭം, ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ദിവസത്തിന്, ഈ ഖുതുബക്കും ഈ ദിവസത്തിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. അപ്പോൾ ഇത് ചരിത്രപരമായും ഇസ്ലാമികപരമായും അല്ലാഹു റസൂലിൻ്റെ ജീവിതം പഠിക്കുന്ന ഒരാളെന്ന നിലക്കും റസൂലിൻ്റെ അന്ത്യസമയങ്ങളിലേക്ക്, അതിൻ്റെ സൂചനകളിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. അവിടെ നിന്നുകൊണ്ട് ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ആ ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മാഉ ഖൗലി, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഈ ഖുതുബ പല റിപ്പോർട്ടുകളിലായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില വാചകങ്ങൾ വ്യത്യസ്തതയോടുകൂടി, എന്നാൽ ഒരേ ആശയത്തിൽ തന്നെ പല റിപ്പോർട്ടുകളുടെ ഈ ഖുതുബ ഉദ്ധരിക്കപ്പെട്ടത് കാണുന്നത്. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സ്വഹീഹിൽ ഉള്ള റിപ്പോർട്ടാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഖുതുബ, നമ്മൾ ആ സന്ദർഭവും നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് വിഭാവനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷത്തിന് പുറത്ത് ആളുകൾ കേൾക്കുന്ന, അത് അവർ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു വലിയ സംഗമം, ഒരു അറേബ്യൻ ഉപദ്വീപ് ഒരുപക്ഷെ അതിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഗമത്തെ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഹജ്ജ് ആ രൂപത്തിൽ നടന്നിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഏതെങ്കിലും വലിയ ചക്രവർത്തിമാർ അറേബ്യയിൽ ഇത്രമാത്രം സ്വാധീന ശക്തിയും നേതൃപദവിയിലേക്കും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ ഭരണകൂടമോ ഒന്നും അറബികൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ, ആ മനുഷ്യൻ പറയുന്നതൊക്കെയും പഞ്ചപുച്ഛം അടക്കി നിന്ന് കേൾക്കാൻ, അത്രമാത്രം അച്ചടക്കത്തോടു കൂടിയും ഓരോ വാക്കുകൾക്ക് വേണ്ടിയും കാതോർത്ത് നിന്ന് കേൾക്കാൻ അതിനു മുമ്പൊരു അവസരം ഈ അറഫയിലോ അല്ലെങ്കിൽ അറേബ്യയിലെ ഏതെങ്കിലും ആ മരുഭൂമിയിലെ ഏതെങ്കിലും പട്ടണങ്ങളിലോ പ്രദേശങ്ങളിലോ ഉണ്ടാതായ ചരിത്രത്തിൽ നമുക്കറിയില്ല. അവിടെ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫി അബദാ. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇനി ഒരു പക്ഷേ അടുത്ത കൊല്ലം ഇനി ഒരു സമയത്ത് നിങ്ങളെ അഭിമുഖീകരിക്കാനും സംസാരിക്കാനും കാണാനും കഴിയുമോ എന്നെനിക്ക് ഉറപ്പില്ല, എന്നെനിക്കറിയില്ല. ഫഇന്നി ലാ അദ്രി, എന്നെനിക്കറിയില്ല, ഒരു പക്ഷേ എനിക്ക് കഴിയില്ല ഇനി ഇങ്ങനൊരു സന്ദർഭത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് കൂടാൻ. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തങ്ങൾ, നിങ്ങളുടെ ജീവൻ, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്തുകൾ,
വ അറാദക്കും നിങ്ങളുടെ അഭിമാനങ്ങൾ അതൊക്കെയും ഹറാമുൻ അലൈക്കും അല്ലെങ്കിൽ അലൈക്കും ഹറാം, അത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് പവിത്രമാണ്. ഹറാം എന്ന വാക്കിന് രണ്ടർത്ഥവും നമുക്കിവിടെ വെക്കാൻ കഴിയും. ഇത് മറ്റുള്ളവർക്ക് മറ്റൊരാളിൽ നിന്ന് അയാളുടെ ജീവനോ അയാളുടെ സ്വത്തോ അയാളുടെ അഭിമാനമോ അപഹരിക്കുന്നതും കവരുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടത്തിയ ഈ പ്രസംഗം പരസ്പരം അന്യൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ജീവനും സ്വത്തും അഭിമാനവും ഒന്നും അപഹരിക്കാനും കവർന്നെടുക്കാനും പാടില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രഖ്യാപനം, ഇതിന് ചില ആളുകൾ ഒക്കെ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഒക്കെയായി വിശേഷിപ്പിക്കാറുണ്ട്. പല അമുസ്ലിം ചരിത്രകാരന്മാരും ആധുനിക ലോകത്തെ പല എഴുത്തുകാരും ചിന്തകരും ഒക്കെ. അതിനേക്കാളും ഒക്കെ എത്രയോ അപ്പുറത്താണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസംഗത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ചില വാചകങ്ങൾ പറയാൻ ലോകത്തെവിടെയും ഇങ്ങനെ ചില വാചകങ്ങളൊന്നും കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ സമരങ്ങളും അതുപോലെ തന്നെ ആളുകളിൽ പല പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ അവകാശങ്ങൾ, മനുഷ്യൻ്റെ അഭിമാനങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മളിന്ന് ഒരുപാട് കേൾക്കാറും വായിക്കാറും ഒക്കെയാണ്. അന്നത്തെ ഒരു ജാഹിലിയ കാലത്ത് അന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചും യുദ്ധം ചെയ്തും അധികാരം പങ്കിട്ടെടുത്തിരുന്ന, അങ്ങനെ ജനങ്ങളെയും ഗോത്രങ്ങളെയൊക്കെ കൊന്നും കൊലവിളിച്ചും ഒക്കെ പരസ്പരം കീഴ്പ്പെടുത്തുകയും ആളുകളുടെ അധികാരം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അങ്ങനെ ജീവിച്ചിരുന്ന, എന്ത് ചെറിയ കാര്യത്തിനും യുദ്ധം നടത്തി അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധം നടത്തി ഗുസ്തി പിടിച്ച് അതിന് കാര്യങ്ങൾ തീർപ്പ് വരുത്തിയിരുന്ന, ചോര ചിന്തിയുന്ന ഒരു കാലത്ത് നിന്ന് മനുഷ്യന് അഭിമാനമുണ്ട്, മനുഷ്യൻ മറ്റൊരാളെ ബഹുമാനിക്കണം, അയാൾക്കൊരു അഭിമാനമുണ്ട്, അയാളുടെ അഭിമാനം അങ്ങനെ പിച്ചു ചിന്താൻ കഴിയില്ല എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ഒരു വലിയ വിപ്ലവമാണ് എന്ന് നമുക്ക് പറയാം. മനുഷ്യന് അന്യോന്യം നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലരുത്, അവർ സ്വത്ത് കവർന്നെടുക്കരുത്, അന്യായമായി അത് ചെയ്യരുത്, അതൊക്കെ ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് പവിത്രമാണ്, അത് നിങ്ങൾക്ക് തൊടാൻ പാടില്ല. അതിൻ്റെ പവിത്രത ഏതുപോലെ കഹുർമത്തി യൗമിക്കും ഹാദാ. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജനങ്ങളോട് ചോദിച്ചു എന്നാണ്, ഏതാണ് ഈ ദിവസം? അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതിപ്പോൾ ഈ ദിവസത്തിന്റെ പ്രാധാന്യവും മറ്റു കാര്യമൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ പ്രവാചകൻ ചോദിക്കുന്നത്. മിക്കവാറും ഈ ദിവസത്തിന്റെ പേരെങ്ങാനും ഇസ്ലാമിൽ അള്ളാഹു പുതിയ വഹി കൊടുത്ത് ഈ പേര് മാറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും റസൂൽ ചോദിക്കുന്നത് ഈ ദിവസം ഏതാണെന്ന്. അപ്പോൾ സ്വഹാബിമാരങ്ങനെ വിചാരിച്ചു, മിക്കവാറും ഇതിന്റെ പേര് മാറ്റും, അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ ചോദിക്കുന്നത്, അല്ലാതെ അറിയാതെ എന്തായാലും ചോദിക്കൂലല്ലോ, അത്രയും വിശിഷ്ടമായൊരു ദിവസത്തിലാണോ നിൽക്കുന്നത്. അങ്ങനെ ചോദിച്ചു ആദ്യം, ഏത് ദിവസമാണ് ഇത്, ഏത് മാസമാണിത്, ഏത് നാടാണിത് എന്നൊക്കെ റസൂൽ ആദ്യം ചോദിച്ചു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഈ റിപ്പോർട്ടിൽ കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൽ നിങ്ങൾ ഈ ദിവസം നിൽക്കുന്നുണ്ടല്ലോ, ഈ ദിവസത്തിന്റെ പ്രാധാന്യം പവിത്രതയൊന്നും വിശദീകരിച്ചതിന്റെ കാര്യമില്ലാത്ത അത്രമാത്രം വ്യക്തമായ ആളുകളോടാണ് പ്രവാചകൻ പറയുന്നത്. ഈ ദിവസം പോലെ, ഈ ദിവസത്തിന്റെ ഹുർമത്ത് പോലെ, പവിത്രത പോലെയാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. നിങ്ങളുടെ അഭിമാനം, ജീവൻ, സ്വത്ത്, ഇതൊക്കെ. ഇത് വെറുതെ കേൾക്കുമ്പോൾ പരസ്പരം കൊല്ലരുത്, അന്യന്റെ സ്വത്ത് അന്യായമായി തിന്നരുത്, പിന്നെ അഭിമാനം പിച്ചു ചീന്തരുത് എന്നൊക്കെ വെറുതെ കേൾക്കുമ്പോൾ ഒരു വലിയ വാചകങ്ങളെ നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇന്നും, അത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും വളരെ നിസ്സാരമായി കാണുന്ന, മനുഷ്യന് ജീവന് വില ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു മൃഗത്തിന്റെ പോലും വില കൽപ്പിക്കാത്ത അത്ര പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെക്കാളും ജാഹിലിയത്ത് വേണമെങ്കിൽ ഇന്നുണ്ട് നമുക്ക് പറയാം. മനുഷ്യന്റെ ജീവൻ, ഇന്നത്തെ യുദ്ധങ്ങൾ, ഇന്നത്തെ രാഷ്ട്രങ്ങൾ നടക്കുന്ന യുദ്ധങ്ങൾ അന്നത്തെ യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്താൽ അത്ര ആ യുദ്ധങ്ങളെയൊന്നും കാടത്തമെന്നും ജാഹിലിയ കാലമെന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പോലും നമുക്ക് വാർത്തകൾ വായിച്ചതുപോലെ പിന്നെ നിരപരാധികളായ ആളുകളെ, ഫലസ്തീനിലുള്ള മുസ്ലിങ്ങളെയും ആളുകളെയും നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ നിർദാക്ഷിണ്യം കൊന്നിട്ട് അവരുടെ ഖബറിടങ്ങളിൽ ചെന്ന് രാത്രിക്ക് രാമാനം ഇന്റർനാഷണൽ മാർക്കറ്റുകളിലേക്ക് അവയവങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ഖബറുകൾ മാന്തിയെടുത്ത് ആ മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ മോഷ്ടിച്ചെടുക്കുന്ന ഇസ്രയേലിന്റെ സൈന്യത്തെക്കുറിച്ച് നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം കാടത്തം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ഈ വാചകങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട്. മനുഷ്യനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അന്യായമായി കൊല്ലുക, ഒരാളുടെ ജീവൻ എടുക്കുക, അത് നിഷിദ്ധമാണ്.
മുസ്ലിങ്ങളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രമാത്രം പവിത്രമാണ് മറ്റൊരു മുസ്ലിമിന്റെ ജീവൻ, സ്വത്ത്. അതൊരു ചെറിയ ഒരു പൈസയായിരുന്നാലും മറ്റൊരാളുടെ സമ്പത്ത് പവിത്രമാണ്, നമുക്ക് നിഷിദ്ധമാണ്. മറ്റൊരാളുടെ അഭിമാനം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല ഹദീസുകളിൽ വിശദീകരിച്ചതുപോലെ കഅബയേക്കാൾ പവിത്രതയും ശ്രേഷ്ഠതയും ഒരു മുഅ്മിനിന്റെ അഭിമാനത്തിനുണ്ട്, അവന് വിലയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ ഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ അഥവാ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, ഇസ്ലാമിൽ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിലൊന്നാണ് ദുൽഹിജ്ജ മാസം. ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പവിത്രത, മക്ക എന്ന് പറയുന്ന ഈ ഹറമിനൊരു പവിത്രതയുണ്ടല്ലോ. ഇത് എല്ലായിടത്തും ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ, ഇവിടുന്ന് പലതും നിഷിദ്ധമാണല്ലോ. ആ പവിത്രത കാത്തു സൂക്ഷിക്കണമല്ലോ. അതുപോലെയാണ് ഇതിന്റെ പവിത്രത. അലാ കുല്ലു ഷൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യതി തഹ്ത ഖദമി മൗദൂ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രഖ്യാപനം ജാഹിലിയത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും, ജാഹിലിയത്ത് മുഴുവനും ഞാൻ എൻ്റെ കാലിന്റെ അടിയിൽ ഇതാ കുഴിച്ചു മൂടുന്നു, അതെല്ലാം അസാധുവാക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ജാഹിലിയത്തിൻ്റെതായ ഏതൊക്കെ അംശങ്ങളുണ്ടോ ഇസ്ലാമിൽ, ചില കാര്യങ്ങൾ, നന്മയായ ചില കാര്യങ്ങൾ ഇസ്ലാം അംഗീകരിച്ച് തുടർത്തിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടാവും. അതൊഴിച്ചുള്ള ജാഹിലിയത്തിൻ്റെതായ എന്തൊക്കെ ദുർവൃത്തികളും ദുരാചാരങ്ങളും ഉണ്ടോ അതൊക്കെ തഹ്ത ഖദമി മൗദൂ, എൻ്റെ കാൽ കീഴിൽ അതൊക്കെ ഞാൻ അസാധുവാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതിൽ ചില കാര്യങ്ങൾ റസൂൽ എണ്ണി പറഞ്ഞു. ദിമാഉൽ ജാഹിലിയ്യത്തി മൗദൂഅ, ജാഹിലിയ കാലത്തെ കുടിപ്പകകൾ, രക്തപ്പകകൾ, കൊലയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ പരസ്പരം അവിടെ കൊല ചെയ്യുക, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊലപാതകം നടത്തുക, അവിടെ നിന്ന് അങ്ങോട്ട് ആളുകളെ കൊല്ലുക, ഇത് മുഴുവൻ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി കുടിപ്പകകളില്ല, രക്തം ചിന്തലുകളില്ല, ജാഹിലിയത്തിന്റെ രക്തപ്പകകൾ ഇനി പാടില്ല. ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ബനൂ സഅദ് ഗോത്രത്തിന്റെ അടുക്കൽ മുല കുടിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ, അവരുടെ അടുത്ത് പോയി മുല കുടിച്ചിരുന്ന അവരുടെ സഖ്യത്തിൽപ്പെട്ട ഇബ്നു റബീഅത്ത് ബിൻ ഹാരിസ് എന്ന മനുഷ്യൻ, അയാളെ ഹുദൈൽ ഗോത്രക്കാർ കൊന്നു. ഖുറൈശികളിൽപ്പെട്ട തന്നെ പ്രസിദ്ധമായ ഗോത്രമാണ് ഹുദൈൽ. അറബി ഭാഷ ഭയങ്കര നല്ല വ്യക്തതയോടുകൂടി സ്ഫുടതയോടുകൂടി ഉച്ചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗോത്രങ്ങളെ ഹുദൈൽ, ആ ഗോത്രക്കാർ കൊന്നു. അപ്പൊ അത് ഇന്നതാ ആ ഖുറൈശി, നമ്മുടെ തന്നെ എൻ്റെ തന്നെ ഗോത്രമായ ആ രക്തപ്പക, ആ പ്രതികാരം അതിനില്ല. ഞാൻ ഒന്നാമതായി അസാധുവാക്കുന്നത് അതിനെയാണ്. വരിബൽ ജാഹിലിയത്തി മൗദൂ, അതുപോലെ തന്നെ ജാഹിലിയത്തിലെ പലിശ എന്ന സമ്പ്രദായം അതിനെയില്ല, അത് ഇന്ന് മുതൽ അസാധുവാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ആദ്യമായി ഞാൻ അസാധുവാക്കുന്ന പലിശ എന്ന് പറയുന്നത്, കിട്ടാനുള്ള പലിശകൾ ഞാൻ അസാധുവാക്കുക എൻ്റെ തന്നെ കുടുംബക്കാരനായ എൻ്റെ സ്വന്തം പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള പലിശയാണ്. ഫഇന്നഹു മൗദൂഉൻ കുല്ലു, അതിൻ്റെ ഒരു പൈസ പോലും പാടില്ല. ഫഇന്നഹു മൗദൂഉൻ, പൂർണ്ണമായും ആ പലിശ ഇന്നു മുതൽ, ഈ പ്രഖ്യാപനം മുതൽ അസാധുവാണ്. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം ഇങ്ങനെ തുടർന്നു. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് ഇന്നത്തെ കാലത്ത് പോലും, പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ലോക ചരിത്രം പരിശോധിച്ചാൽ പോലും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള ജനാധിപത്യ രാഷ്ട്രമാണ്. എല്ലാവർക്കും, ജനങ്ങൾക്ക് എല്ലാവിധ ആധിപത്യവും കൊടുക്കുന്ന രാഷ്ട്രങ്ങളാണ്, ജനങ്ങൾക്കാണ് എല്ലാ അവകാശങ്ങളും ഉള്ളത് എന്ന് മേനിനടിക്കുന്ന, എന്നത് പറയുന്ന, വളരെ പുരോഗമനപരമാണ് എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ പോലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 50 60 വർഷങ്ങൾക്ക് മുമ്പ് പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടോ 1.5 നൂറ്റാണ്ടോ മുമ്പെടുത്താൽ 19-ാം നൂറ്റാണ്ടിൽ പോലും, ഇന്ന് വലിയ പുരോഗമനം എന്നറിയപ്പെടുന്ന യൂറോപ്പിൽ പ്രസിദ്ധമായ രാജ്യങ്ങൾ, ഇംഗ്ലണ്ടിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഒരു സ്വത്ത് ഉടമപ്പെടുത്താനുള്ള ഉടമസ്ഥാവകാശം പോലും ഇല്ലാതിരുന്ന, അതിനുവേണ്ടി കോടതികൾക്ക് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിനുള്ളത്. അപ്പൊ ഇത്ര നൂറ്റാണ്ട് മനുഷ്യൻ ഇത്ര പുരോഗമിച്ചു, മനുഷ്യൻ വലിയ നല്ല നല്ല ആശയങ്ങളിലേക്ക് മാറി, മതങ്ങളുടെയും ഇസ്ലാമിനെ പോലുള്ള പുരാതനമായ മതങ്ങൾ ആശയങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് പോലും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു മനുഷ്യൻ ആ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ മനുഷ്യന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. അന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖൽതുമൂഹുന്ന ബിഅമാനില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ ആ സംരക്ഷണയിൽ, അമാനിലാണ് നിങ്ങൾ ആ കരാറ് ചെയ്ത് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്. വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അള്ളാഹുവിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ വാചകം പറഞ്ഞ് റബ്ബിന്റെ പേരിലാണ് അവരുമായുള്ള വിവാഹബന്ധം, ആ ലൈംഗിക ബന്ധം ഹലാലാകുന്ന രൂപത്തിൽ നിങ്ങൾ വിവാഹ കരാർ ഒപ്പിട്ടിട്ടുള്ളത്, ആ ഉടമ്പടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്.
അതുകൊണ്ട് പടച്ചവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ജാഹിലിയ കാലത്തെ ഒരു അറബി പിന്നീട് മുസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യൻ ഇത് കേൾക്കുന്നത് ഭയങ്കര അത്ഭുതത്തോടു കൂടി ആയിരുന്നിരിക്കും. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഒരു സ്വത്ത് വീതം വെക്കുകയാണ് എങ്കിൽ ഉപ്പ മരിച്ചു, ഉപ്പയുടെ സ്വത്തുക്കൾ വീതം വെക്കുകയാണെങ്കിൽ ഉപ്പയുടെ ഭാര്യമാരടങ്ങുന്ന സ്ത്രീകളെ വരെ മക്കൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന അറബികളോടാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. ഉപ്പ മരിച്ചു, അത് ജാഹിലിയ കാലത്ത് നിന്നൊരു സമ്പ്രദായമായിരുന്നു. ഉപ്പ മരിച്ചാൽ ഉപ്പയുടെ ഭാര്യമാരുണ്ടാകും, അല്ലെങ്കിൽ അടിമ സ്ത്രീകളുണ്ടാകും. ആദ്യം ആരാണോ തങ്ങളുടെ കൈവശമുള്ള പുതപ്പ് അവരുടെ മേലിടുന്നത് അയാൾക്ക് അവരെ സ്വന്തമാക്കാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള ആചാരങ്ങൾ അത് എല്ലാ ഖുറൈശികളിലും ഉണ്ടായിരുന്നതല്ല. അങ്ങനെ പല രൂപത്തിൽ സ്ത്രീകളോട് അപമര്യാദയായി താഴ്ന്നയായി പെരുമാറിയിരുന്ന, ഒരു കച്ചവട വസ്തുവിനെ പോലെ കൈമാറിയിരുന്ന ആ ചരിത്രം പറയുന്ന ആ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരാളുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിനെ പേടിക്കണം അവരുടെ വിഷയത്തിൽ. ഈ വിവാഹം, ഈ ബന്ധങ്ങൾ, ഇതൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ പേരിലാണ് ഈ കരാറുകളും ഉടമ്പടികളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഉടമ്പടികളെ കുറിച്ച്, അവർക്ക് പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കുറച്ചുകൂടി ആ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ബാക്കിയുണ്ട്, അല്പം കൂടി ഈ ഇമാം മുസ്ലിം റഹ്മത്തായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ ഖുതുബയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച അറഫയിലും മറ്റുമുള്ള സംഭവങ്ങൾ, അന്ന് അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരുന്നു അല്ലായിരുന്നോ എന്ന് സ്വഹാബിമാർക്കുണ്ടായ സംശയം. അതിനുവേണ്ടി ഒരു സ്വഹാബി വനിത അത് അറിയാൻ വേണ്ടി കാണിച്ചൊരു തന്ത്രം, ഇതൊക്കെയും ഈ അറഫയിൽ വെച്ചുണ്ടാകുന്ന സംഭവങ്ങളിൽ ഇനി വരുന്ന നമുക്ക് വിശദീകരിക്കാനുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ഖുതുബയുടെ ബാക്കിയും മറ്റു കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കാം. ഏതായിരുന്നാലും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ്, അത് നമ്മൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ ഹജ്ജ് നിർവഹിക്കുക എന്നത്, ഞാൻ അടക്കമുള്ള ആളുകൾ ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജ് നിർവഹിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ലക്ഷ്യമായി നമ്മൾ കാണണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വീടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചില ഫണ്ടുകൾ നമ്മൾ നീക്കി വെക്കാറുള്ളത് പോലെ അതിനും നമ്മുടെ ഒരു ആരോഗ്യവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലതയും ഒക്കെ ഉള്ളൊരു സമയത്ത് തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുസരിച്ച് തന്നെ ഈ പറഞ്ഞതുപോലെ നല്ലതുപോലെ മനസ്സിലാക്കി അതിൻ്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കി നിർവഹിക്കാനും കൂടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി ഉൾക്കൊള്ളാനും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശങ്ങളെ, ആ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ ഇതറിയാത്ത ആളുകൾ കൂടി എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.